ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു മോർണിംഗ് റൊട്ടീൻ ആയാലോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ഇടണേ. പിന്നെ കുറേ പേരെ കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ, മോർണിംഗ് റൊട്ടീൻ ഇടുമോ അല്ലെങ്കിൽ ഡേ മൈ ലൈഫ് ഇടുമോ പുതിയ വീട്ടിലത്തെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വരും വീഡിയോസിൽ അതൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എന്നും നമുക്ക് ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ, ഓരോ ദിവസം ഓരോ മോഡലായിരിക്കും. ഇന്നിപ്പോൾ നമുക്ക് തുടക്കാനൊന്നുമില്ല, ഞാൻ 2-3 ദിവസം കൂടുമ്പോഴാണ് തുടക്കൽ. കാരണം ഇവിടെ നമ്മൾ 3 ആളല്ലേ ഉള്ളൂ, അങ്ങനെ വൃത്തികേടാക്കാനൊന്നും ആരുമില്ല. അപ്പോൾ മോളും മുട്ടുകുത്തലൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും അതിൻ്റെ പിന്നാലെ ഓളും ഉണ്ടാവും കേട്ടോ. പിന്നെ മോൾക്ക് എത്ര മന്തായി, എന്താണ് നോക്കുണ്ടായ മാറ്റങ്ങൾ എന്നൊക്കെ കുറേ കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ. മോൾക്കിപ്പം 8-ാം മാസമായിട്ടോ. ഇപ്പോൾ മുട്ടുത്തലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പിടിച്ച് നിൽക്കും, നടക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ അതിൻ്റെ കുറച്ച് കുസൃതികൾ കൂടുതലാണ്, ഭയങ്കര വാശിയാണ് ഇപ്പോൾ. പിന്നെ മെയിനായിട്ട് ഫുഡ് കൊടുക്കാനാണ് കേട്ടോ ഏറ്റവും വലിയ ടാസ്ക്. ഓരോ മൂഡനുസരിച്ചാണ് കേട്ടോ, ചിലപ്പോൾ നല്ലോണം കഴിക്കും, ചിലപ്പോൾ ആ പാത്രം കാണുമ്പം തന്നെ കരച്ചിൽ തുടങ്ങും. പിന്നെ നമ്മളെ വീട്ടിൽ നടുമുറ്റമെല്ലാം ഉണ്ട്, നമുക്കിപ്പോൾ 2-3 കണ്ണുകൊണ്ടോളം നോക്കണം കേട്ടോ. കാരണം മുട്ടുത്തലൊക്കെ ഭയങ്കര സ്പീഡിലായതുകൊണ്ട് സംഭവം മോളിങ്ങനെയൊക്കെ കുസൃതിയൊക്കെ കാണിക്കുമെങ്കിലും അതൊരു രസമാണ് കേട്ടോ. ഓളെ കളിയും ചിരിൻ്റെയാണ് കേട്ടോ ഈ വീട്ടിലെ രസം എന്ന് പറയുന്നതും. നേരം പോണത് അറിയില്ല നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ. അപ്പോൾ നമ്മൾ പേരൻസിന് ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ മക്കളെ വിദ്യാഭ്യാസം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ നമ്മളെ മക്കൾക്ക് ഏറ്റവും തലവേദനയായിട്ടുള്ളൊരു സബ്ജക്റ്റ് അല്ലേ മാത്സ്. അപ്പോൾ ഈ മാത്സ് നോട്ട്ബുക്കോ പേനയോ ഒന്നും യൂസ് ചെയ്യാതെ മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാനും അതിൻ്റെ ട്രിക്സും ടിപ്സും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ ബാൻസു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് മാത്സിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ചെയ്യാൻ കൊടുത്താൽ ഓൾക്ക് പെന്നും ബുക്കിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബാൻസുവിൻ്റെ ക്ലാസ് കേട്ടാൽ നമുക്കത് മെൻ്റലി കണക്ക് കൂട്ടാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. കാരണം ഇവർ പഠിപ്പിക്കുന്ന ക്ലാസ്സിൻ്റെ സ്റ്റൈൽ തന്നെ നല്ല അടിപൊളിയാണ്, നമ്മുടെ മക്കൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ഡെമോ ക്ലാസ്സസും നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 200 പേർക്ക് ഫ്രീ ഡെമോ ക്ലാസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എക്സാമൊക്കെ ആയതുകൊണ്ട് കോഴ്സിൽ മൊത്തം ഫീല് വലിയ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ബാൻസു ഇൻട്രൊഡ്യൂസ് ചെയ്തത് വേൾഡ് ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ നീലകണ്ഠ ഭാനുവാണ്. നിങ്ങൾക്ക് എന്തായാലും അത് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും കേട്ടോ. പിന്നെ ഇവരുടെ ക്ലാസ് ഇന്ത്യയിലും ഗൾഫ് കൺട്രീസിലും US കൺട്രീസിലൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളെ സമയത്തിനനുസരിച്ച് ഇവർ ക്ലാസ് എടുത്ത് തരും കേട്ടോ. മാത്സ് പൊതുവേ ഭയങ്കര ടഫ് സബ്ജക്റ്റ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ ട്രിക്സും ടിപ്സും ഒക്കെ മനസ്സിലായാലും അവർക്ക് ഭയങ്കര ഈസി ആവും. ആ ട്രിക്സും ടിപ്സും ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്സ് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ബാൻസുവിൻ്റെ ഈ ക്ലാസ് നമ്മളെ മക്കൾക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ മക്കളെ മാത്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷനൊന്നും വേണ്ട, ബാൻസൂൽ ചേർത്തിയാൽ മതി കേട്ടോ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 200 ആൾക്കാർക്ക് ഫ്രീ ഡെമോ ക്ലാസ് ഉണ്ടാവും. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് എടുത്താൽ മതി. ഇപ്പം ചേരുകയാണെങ്കിൽ 20% കോഴ്സിൻ്റെ ഫീൽ ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ എന്തായാലും വല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ, കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും. അപ്പോൾ എന്തായാലും വേഗം പോയി രജിസ്റ്റർ ചെയ്തോളി. അങ്ങനെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കേട്ടില്ലേ. അങ്ങനെ മോളെ ഉറക്കിയിട്ട് ഞാൻ നേരെ കിച്ചണിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ഷക്ഷൂക്കയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിഷ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്യുന്നത് പിൻട്രസ്റ്റിൽ കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എന്താ ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മൈൻഡിൽ വന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നോർമലി ഉണ്ടാക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അറിയാമായിരിക്കും, അതുകൊണ്ട് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഷെയർ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുള്ളൂ, കാരണം ഇവർ കഴിക്കുമോന്നില്ല നമുക്കറിയില്ലല്ലോ. അപ്പോൾ കഴിച്ച് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതിൽ ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സവാള, പിന്നെ തക്കാളി, മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, പിന്നെ 2 കോഴിമുട്ട, പിന്നെ നമ്മളെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ, പെരിഞ്ചീരകപ്പൊടി, അതൊക്കെയാണ് കേട്ടോ.
അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് ഒരു സവാള അങ്ങനെ ചെറുതാക്കി എരിഞ്ഞതാണ് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ചെറിയ എന്താ പറയുക പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം ഇവിടെ ഉള്ളതുകൊണ്ടാവും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് നല്ലോണം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അപ്പോൾ നമ്മൾ വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ വാടി വന്നതിന് ശേഷം അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം വാടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സവാള വാട്ടുന്ന ടൈമിലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിന് കേട്ടോ. അപ്പോൾ കുറച്ച് പോരായുണ്ടെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. പിന്നെ അതിലേക്ക് നമ്മൾ ഇനി മസാലകൾ ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പെരിഞ്ചീരകപ്പൊടി ഇതൊക്കെയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. അപ്പോൾ ഒരു സവാള ആയതുകൊണ്ട് തന്നെ മുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും, പിന്നെ പെരിഞ്ചീരകപ്പൊടിയും പെപ്പർ പൊടിയൊക്കെ നമ്മളൊരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ തക്കാളി മിക്സിയിലൊന്ന് അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ. പിന്നെ അതിങ്ങനെ ഒന്ന് നല്ലോണം കുറച്ചൊന്ന് ആയി വന്നതിന് ശേഷം നമ്മൾ ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കോഴിമുട്ട ഒടിച്ച് പാരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 2 റൗണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ 2 കോഴിമുട്ടയാണ് ഒടിച്ച് പാരുന്നത്. ഇങ്ങനെ 2 കോഴിമുട്ട ഒടിച്ച് പാർന്നിട്ടുണ്ട് കേട്ടോ. കൂഞ്ചിയൊന്നും പൊട്ടിക്കാതെ തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ഇത്തിരി മല്ലിച്ചപ്പും പിന്നെ കുറച്ചൊരു ഉപ്പും കൂടെ ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ ബ്രെഡൊക്കെയാണ് ഇത് കൂട്ടുന്നത്. അങ്ങനെ ലാസ്റ്റ് റെഡി ആയതിനു ശേഷം കുറച്ചുകൂടി മല്ലിച്ചപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ ഞാൻ ഈ കൂഞ്ചി വേവിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ വേവിക്കാതെയാണ് കാണല്. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാക്കൊക്കെ നല്ല ഇഷ്ടമായി തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ റെസിപ്പി. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടി, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ അറിയിക്കേണ്ടി. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ എന്തായാലും ഞാൻ മുന്നേ പറഞ്ഞ ബാൻസിൻ്റെ ക്ലാസ് ആരും മറക്കണ്ട കേട്ടോ. ഇനി നമ്മളെ മക്കൾക്ക് ടെൻഷൻ ഇല്ലാതെ മാത്സ് പഠിക്കുക. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം പോയി രജിസ്റ്റർ ചെയ്തോളി.